ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ലേണിംഗ് ലേഡറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഗഗൻയാനെക്കുറിച്ചാണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോയാലോ? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പദ്ധതി ഗഗൻയാൻ. ഈ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടറാണ് ഹട്ടൻ. പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ഹട്ടൻ. വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3. വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 3. ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഫ്രാൻസും. ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ്. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് VR ലളിതാംബിക. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി ISRO രൂപീകരിച്ച സ്ഥാപനം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഈ പദ്ധതിക്ക് വേണ്ടി വികസിപ്പിച്ച റോബോട്ടാണ് വ്യോമമിത്ര. ഓക്കെ അല്ലേ? സഞ്ചാരികൾക്ക് ആവശ്യമായ പരിശീലനം നൽകിയ രാജ്യം റഷ്യയാണ്. സഞ്ചാരികൾക്ക് ആവശ്യമായ പരിശീലനം നൽകിയ രാജ്യമാണ് റഷ്യ. ഈ പദ്ധതിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി അഭിലാഷ് ടോമി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പദ്ധതിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളിയാണ് അഭിലാഷ് ടോമി. ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികരുടെ എണ്ണം 4 പേരാണ് ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരാരൊക്കെയാണെന്ന് നോക്കാലോ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട്, അജിത് കൃഷ്ണൻ ചെന്നൈ, അങ്കദ് പ്രതാപ് UP, ശുഭാംശു ശുക്ല UP. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട്, അജിത് കൃഷ്ണൻ ചെന്നൈ, അങ്കദ് പ്രതാപ് UP, ശുഭാംശു ശുക്ല UP. ഓക്കെയാണല്ലോ. ഈ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം TVD-1 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 എന്ന പേരിലാണ്. ഓക്കെ അല്ലേ? താങ്ക് യു.